പ്രീതേ, ഇസ്രയേല് ഇറാൻ ഇപ്പോ അടി അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. ആദ്യം ഇസ്രയേൽ ഇറാൻ അടിച്ചു, ഇറാൻ തിരിച്ചടിച്ചു, ഇപ്പൊ തിരിച്ച് ഇസ്രയേൽ അടിച്ചു. ഇങ്ങനെ അടി ഇങ്ങനെ നെതാൻസിൽ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എന്താ ഇത് സംഭവിക്കുന്നത്? ഇപ്പൊ എന്താ ഈ അതായത് US മുന്നേ കൂട്ടി US ഒരു പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. അവിടെ US-നെതിരെ ഇറാൻ അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. അവരത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം US പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇപ്പോൾ അടിക്കുന്നത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളത് മുന്നേ കാലേ കൂട്ടി കണ്ടിരുന്നു, പക്ഷെ ഞങ്ങൾ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് പറഞ്ഞത്. അപ്പോ എന്തായാലും ഇറാന്റെ നടാൻസിലെ ആണവ നിലയം അവിടെ ഇവർ കയറി മേഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇസ്രായേൽ കയറി മേഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പൊ ഇറാനുമായിട്ട് നമ്മുടെ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞു. അപ്പൊ അത് മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ സംഭവിക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ചെറിയ ടക്ക് ഓഫ് വാർ, ആണവ നിലയം, ആണവ സമ്പുഷ്ടീകരണം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇവർ പറഞ്ഞതിൽ കൂടുതൽ എന്താ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആണവ ഇതിലേക്ക് ഏറ്റവും അടുത്ത് തന്നെ ഇറാൻ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇസ്രായേലിനെ ശേഖരണം വളരെയധികം കൂടിക്കഴിഞ്ഞു. ആണവോർജം സംഭരിക്കുന്നതിൽ അവർ ഏറെ മുൻപന്തിയിൽ എത്തിക്കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത്. ഒരു തരത്തിൽ പറഞ്ഞത് ഭയവുമാണ്. അപ്പൊ അത് വെച്ചുകൊണ്ടിരിക്കാൻ ഇസ്രായേലിനെ പോലെ ഒരു രാജ്യത്തിന് കഴിയുകയുമില്ല. അത് അവർക്ക് വിനയാകാം, അത് അവർക്ക് വിനയാകും എന്നുള്ളൊരു ദീർഘവീക്ഷണമാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിന്റെ പിന്നിലുള്ളത്. അപ്പൊ ഇതിനു മുമ്പ് ഈ നടാൻസ് ആണവ പ്ലാന്റ് അത് നേരത്തെയും വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ആദ്യമായിട്ടല്ല ഇസ്രായേൽ നടാൻസിൽ കയറി അടിക്കുന്നത്. അപ്പൊ ഇപ്പോ ഈ മിസൈൽസ്, ഡ്രോൺസ് ഇതെല്ലാം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്, അടിയാണ് നടന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ നടന്നിട്ടുള്ളത് മറ്റൊരു തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരുന്നു. അത് ഈ എന്താ പറയാ, അത് ഒരു കമ്പ്യൂട്ടർ വൈറസ് വഴി നടത്തിയിട്ടുള്ളതാണ്. ഈ കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുമ്പോൾ അതിനെ ചേട്ടൻ കേട്ടിട്ടുണ്ടാവും, സ്റ്റക്സ്നെറ്റ് എന്ന് പറയും. ഈ സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ വേമിനെ ഉപയോഗിച്ചാണ് അന്ന്, ഞാൻ പറയാൻ പോകുന്ന വിഷയത്തിൽ വരുന്നേ ഉള്ളൂ, അന്ന് ഇസ്രായേൽ ഇറാന്റെ നടാൻസിലെ ആണവ പ്ലാന്റ് ജാം ചെയ്തത്. ഇത് വികസിപ്പിച്ചതാണെങ്കിൽ അതെ, ഇത് വികസിപ്പിച്ചതാണെങ്കിൽ US-ഉം ഇസ്രായേലും ചേർന്നിട്ടാണ്. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ കമ്പ്യൂട്ടർ വൈറസിനെ വികസിപ്പിച്ചതും ബാക്കിയുള്ള പ്രവൃത്തിയൊക്കെ, കുൽസിത പ്രവൃത്തികളൊക്കെ ഇസ്രായേൽ അവിടെ നടത്തിയതും. അപ്പൊ മൊസാദിന്റെ ചാരൻ അവിടെ കടന്നു കയറിയതിന് ശേഷം ഒരു പെൻഡ്രൈവിലൂടെ ഈ വൈറസിനെ ഇതിലേക്ക് കടത്തിവിടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. തമിഴ് സിനിമകൾ കാണുന്ന പോലെ. അതെ. അപ്പോ എന്തായാലും ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സങ്കീർണവും ഏറ്റവും നന്നായി രൂപകൽപ്പന ചെയ്തതുമായിട്ടുള്ള വൈറസ് ആണ് ഈ സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള ഇറാനിയൻ പദ്ധതി അട്ടിമറിക്കാനോ അല്ലെങ്കിൽ കുറഞ്ഞത് വൈകിപ്പിക്കുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതുവഴി അവർ ലക്ഷ്യം വെച്ചത്, ഇസ്രായേൽ ലക്ഷ്യം വെച്ചത്. അപ്പോൾ ഇത് തന്നെയാണ് US-ന്റെയും ലക്ഷ്യമുണ്ടായത്. അപ്പൊ ഈ ഒരു കോഡിങ് ഇവർ എടുത്തത് 3 വർഷത്തോളം പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ വേം അവർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കമ്പ്യൂട്ടർ വേം ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറസിന് ആവശ്യമായ കേടുപാടുകൾ എവിടെ വരുത്തണമോ അത് വരുത്തിയതിന് ശേഷം ഈ സ്റ്റക്സ്നെറ്റ് എന്ന് പറയുന്ന വൈറസിന് സ്വയം നശിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. സ്വയം നശിച്ചു പോകും. സ്വയം നശിച്ചു പോകും, ഒരുതരം ചാവേറ് പോലെ. അപ്പൊ അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇത് എന്താണ് എന്നുള്ളത് പിടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ഇനിയാണ് ഇത് പറയുന്നത് പോലെ ഈ സ്റ്റക്സ്നെറ്റ് വഴി ഇവരെവിടെയാണ് പ്രയോഗിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നടാൻസിലെ ആണവ പ്ലാന്റിലായിരുന്നു.
അന്ന് ഇസ്രയേൽ നടത്തിയ ജാമിംഗ് എന്ന് പറയുന്നത് നടാൻസിലെ ആണവ പ്ലാന്റിലായിരുന്നു. ഇറാനിലുള്ള ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ഈ നടാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഏതാണ്ട് 19,000 സെൻട്രിഫ്യൂജുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ സമ്പുഷ്ടീകരണം ഇതെല്ലാം നടത്തുന്ന 19,000-ഓളം ഉണ്ട് എന്നാണ് ഒരു പുറത്തു വരുന്ന കണക്ക്. ഇനി ഇതിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ലഭിക്കുന്ന കണക്ക് അതാണ്. അപ്പൊ ഏതായാലും 2004 യുറേനിയൻ സമ്പുഷ്ടീകരണം ഇതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ചർച്ചകൾക്ക് ശേഷം ഇറാൻ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. നിർത്തിവെച്ചു എന്ന് പറഞ്ഞാലും ഇവരൊക്കെ ഇത് നടത്തിക്കൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ അതല്ല, അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഏതൊരു രാജ്യവും അവർക്ക് ആവശ്യമാണ് എന്ന് തോന്നിയാൽ പുറത്തേക്ക് വിടാതെ ഇത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോ ഈ 2007 മുതൽ 2010 വരെ 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണ പരമ്പരകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ നടത്തിയിരുന്നത്. അപ്പോ 2007 മുതൽ 2010 വരെയുള്ള കാലയളവിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണ പരമ്പര അവരവിടെ നടത്തി. ഇതൊന്നും ഉദ്യോഗസ്ഥർക്ക് ഇതെങ്ങനെ മനസ്സിലാകാതെ പോയി. ഒരു വശത്ത് ഇവർക്കുള്ള ഡാറ്റ കൊടുക്കും, മറുവശത്ത് ഇസ്രായേലിനുള്ള ഡാറ്റ കൊടുക്കും. അപ്പൊ ഇസ്രായേലിന് അറിയാം ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്നുള്ള ഡാറ്റാസ് എല്ലാം കിട്ടി. അവിടെ ഇരുന്നു കൊണ്ട് അവർ പണി നടത്തി. അങ്ങനെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഈ വാമിനെ ഈ പ്ലാന്റിന്റെ സൈബർ ശൃംഖലയിലേക്ക് കടത്തി വിട്ടുകൊണ്ടാണ് അവർ അന്ന് ഈ ഒരു ആക്രമണം എന്ന് വേണമെങ്കിൽ പറയാം, ഈ ആക്രമണം നടത്തിയത്. അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻ പ്രോസസ്സുകൾ പ്രോഗ്രാം ചെയ്യുന്ന ലോജിക് കൺട്രോളുകളെ വരുതിയിലാക്കിയ വൈറസ് നിരവധി സെൻട്രിഫ്യൂജുകൾ പ്രവർത്തനരഹിതമാക്കുകയും ചിലതൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്ലാൻ ചെയ്തത്, ഈ പ്ലാനിങ് നടത്തിയത് വഴി കുറേ വർഷത്തേക്ക് ഇവരുടെ ഈ ഒരു ഇറാൻ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവോർജമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പരീക്ഷണങ്ങൾ ഇതെല്ലാം തന്നെ ഒരുപാട് നാളത്തേക്ക് പുറകോട്ടടിച്ചു. അവർ ഇത് ചെയ്തു വെച്ചതിൽ നിന്നും ഒരുപാട് വർഷം പുറകിലേക്ക് പോയി. വീണ്ടും അവിടെ നിന്ന് തുടങ്ങിയാണ് ഇവർ ഇപ്പോഴുള്ള ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതായത് അവരെ വീണ്ടും ഇസ്രായേലിനെ US-നേക്ക് വീണ്ടും ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇറാൻ എത്തിയത്. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഈ ഒരു ആക്രമണം ഇവർ നടത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇറാന്റെ ആണവ പദ്ധതിയുടെ പ്രധാന ഭാഗം പ്രവർത്തനരഹിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ US-ഉം ഇസ്രായേലും ഈ കമ്പ്യൂട്ടർ വേമിനെ രൂപകൽപ്പന ചെയ്തത്. അതെ, സ്റ്റക്സ്നെറ്റ് എന്നാണ് ആ വൈറസിന്റെ പേര്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഏറ്റവും ശക്തമായി ഇതുപോലെ ഒരെണ്ണം വീണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടില്ല, രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ വൈറസിനെ വികസിപ്പിക്കുന്നതിനുള്ള ക്ലാസിഫൈഡ് പ്രോഗ്രാമിന് ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ് എന്നൊരു കോഡ് നാമമാണ്. കോഡ് കൊടുക്കുമല്ലോ ഓരോന്നിനും ചില കാര്യങ്ങൾക്കൊക്കെ. ആ കോഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഒളിമ്പിക് ഗെയിംസ് എന്നാണ് കൊടുത്തത്. അപ്പൊ തീർത്തും ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു പേരാണ്. അങ്ങനെ മുമ്പും ഇത്തരത്തിലൊരു ആക്രമണം, അത് മിസൈലോ വ്യോമാക്രമണമോ ഒന്നും ആയിരുന്നില്ല, ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുകയും ആ ഒരു കാലത്തിൽ നിന്ന് ഒരുപാട് കാലത്തേക്ക് പിന്നോട്ട് പോയി. ഇവരുടെ ആണവോർജ സംഭരണം ഒക്കെ ഒരുപാട് പിന്നോട്ടടിച്ചിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ഒരു ആക്രമണം നടന്നിട്ടുള്ളത്.